നമ്മൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറെ പേർക്ക് അത് അറ്റൻഡ് ചെയ്തിരുന്നു, കുറെ പേർക്ക് നല്ല മാർക്ക് ഉണ്ട്. നമ്മൾ ഏകദേശം 7-8 ക്ലാസ്സുകളാണ് 8-6 മാത്രമായിട്ട് പോയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a component of the 8086 microprocessor architecture? ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് 8086ന്റെ ഒരു കോമ്പണന്റ് അല്ലാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം 8086നെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ ഭാഗങ്ങൾ? എക്സിക്യൂഷൻ യൂണിറ്റും അതുപോലെ ബസ് ഇന്റർഫേസ് യൂണിറ്റും അല്ലെ. ബസ് ഇന്റർഫേസ് യൂണിറ്റിലായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ ക്യൂ, അതുപോലെ അഡ്ജസ്റ്റ് കാൽക്കുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ആ ക്യൂവിൽ നിന്ന് ഡാറ്റ എവിടേക്ക് പോകുന്നു? എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് പോകുന്നു. എക്സിക്യൂഷൻ യൂണിറ്റിലായിരിക്കും ആരൊക്കെ ഉണ്ടാവുക? എന്തൊക്കെയാണോ പ്രോസസ്സ് നടക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ, അതേ റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം ബസ് ഇന്റർഫേസ് യൂണിറ്റും അതുപോലെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് കൺട്രോളിങ് യൂണിറ്റും എല്ലാം ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ എക്സിക്യൂഷൻ യൂണിറ്റിനുള്ളിൽ അരിതമെറ്റിക് ലോജിക് യൂണിറ്റും ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളാണ് ആര്? ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് അല്ലെങ്കിൽ FPU എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ദ 8086 മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ. നമ്മൾ ഈ നോട്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൾറെഡി അറിയാം 2 ഭാഗങ്ങളാക്കി തിരിച്ചേക്കുന്നത്, ഒന്ന് ബസ് ഇന്റർഫേസ് യൂണിറ്റും ഒന്ന് എക്സിക്യൂഷൻ യൂണിറ്റ് ആണെന്ന്. പെട്ടെന്ന് ബസ് ഇന്റർഫേസ് യൂണിറ്റ് കാണുമ്പോൾ അത് ബബിൾ ചെയ്യരുത്. ഇവിടെ നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്, കോമ്പണന്റ് അല്ലാത്തൊരു കാര്യം. അതെന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ആണ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് അരിതമെറ്റിക് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കോ പ്രോസസർ അതിന് വേണ്ടതായിട്ട് വരും. ആ കോ പ്രോസസറിന്റെ നമ്പർ എന്ന് പറയുന്നത് 8087 ആണ്. നമ്മൾ സിലബസിൽ കുറെ കോ പ്രോസസർ പഠിക്കാണ്ടായിരുന്നു, പക്ഷെ അത് 8087 അതിൻ്റെ ഉള്ളില്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 8086ന്റെ കൂടെ ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ അരിതമെറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് 8087 എന്ന് പറയുന്ന ഒരു കോ പ്രോസസർ ആണ്. ഇവിടെ അപ്പം ആൻസർ എത്ര വരാം? D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ 8086 microprocessor, which addressing mode is used in the instruction move AX, BX plus SI plus 1000H? അപ്പം ഇത് ഏത് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. രജിസ്റ്റർ ആണോ, രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണോ, അല്ലെങ്കിൽ ബേസ്ഡ് ഇൻഡെക്സ്ഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ആണോ, ഇമ്മീഡിയറ്റ് ആണോ, അതോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണോ? ഏതായിരിക്കും വരുന്നത്? എല്ലാവർക്കും അറിയാം ഇതിലെ 8085നെ അപേക്ഷിച്ച് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 8086ൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് ഏത് ടൈപ്പാണ്? ബി കറക്റ്റ് ആണ് ആൻസർ. ബേസ്ഡ് ഇൻഡെക്സ്ഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഒരു ബേസ് രജിസ്റ്റർ ഉണ്ട്, അതേപോലെ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റും ഉണ്ട് അല്ലെ. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് 1000H കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഡാറ്റ എവിടെ കിടക്കുന്നുള്ള ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള അഡ്രസ്സിംഗോട് അടുത്ത 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിനുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ ഇപ്പോഴും? Next question, consider the following 8086 assembly program segment. Assembly program അതില് AX-ല് എന്ത് കൊടുക്കുന്നുണ്ട്? 005 കൊടുക്കുന്നുണ്ട്. അപ്പൊ AX equal to 0005, BX-ല് 0003. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നേ അല്ലെ? AX-ഉം
ബി എക്സും തമ്മിൽ ഇപ്പൊ മൾട്ടിപ്ലൈ ബി എക്സ് വെച്ച് എന്താ അർത്ഥം? എ എക്സ് ഇൻറ്റു ബി എക്സ് ആണ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തേക്കുന്നു? എ എക്സിലത്തെ ഡാറ്റ സി എക്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം എ എക്സിൽ എന്തുണ്ടാവും? റിസൾട്ട് ഉണ്ടാവും, അത് സി എക്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നത് സി എക്സിലെ എന്തായിരിക്കും റിസൾട്ട് എന്ന്. വാട്ട് ഈസ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ സി എക്സ് ആഫ്റ്റർ എക്സിക്യൂഷൻ? ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സി എക്സിലത്തെ വാല്യൂ, അതായത് ആൻസർ എത്രയായിരിക്കും നാം ചോദിക്കുന്നത്. നമുക്ക് ഈ നമ്പേഴ്സ് കണ്ടറിയാം, വളരെ ചെറിയ നമ്പറുകളാണ്. ആഡ് ചെയ്താൽ എക്സിൽ മാത്രമേ ആൻസർ ഉണ്ടാവുള്ളൂ. അത് ഒരു ക്യാരി വരാനുള്ള ഒരു സാധ്യത ഇല്ല. അതായത് 16 ബിറ്റിന് മുകളിൽ ആൻസർ പോകാനുള്ള സാധ്യത ഇല്ല. അപ്പൊ നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 3 നമുക്ക് കിട്ടുന്നത് 15 ആണ്. ആൻസറിൽ 15 തന്നിട്ടുണ്ട്. അപ്പം ആദ്യമേ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 15 നമ്മൾ ടിക്ക് ചെയ്യാതിരിക്കുക. കാര്യം എന്താ? ഇത് രണ്ടും ഹെക്സ് നമ്പേഴ്സ് ആണ്. ഹെക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെക്സ് നമ്പർ ആണ് ആൻസർ വരേണ്ടത്. അപ്പൊ അത് 15ന്റെ ഹെക്സ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ആണ് 15ന്റെ ഹെക്സ് നമ്പർ. നമ്മൾ നോർമൽ കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടുന്നത് 5 ഇൻറ്റു 3 15 എന്നായിരിക്കും. പക്ഷേ ഇത് രണ്ട് നമ്പറും 5ഉം 3ഉം എന്താണ്? ഹെക്സ് നമ്പേഴ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അതാണ് എഫ് അങ്ങോട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 15ന് ഇക്വലന്റ് ആയിട്ടുള്ള എഫ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ആണ്. അതാണ് നമ്മൾ ആൻസറിൽ ഉണ്ടോ എന്ന് നോക്കുന്നത്. അതാണ് ടിക്ക് ചെയ്യുന്നത്. അപ്പൊ എഫ് എന്ന് കൊടുത്തേക്കുന്നത് ഏതാ? ബി ആണ് എഫ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഫോർത്ത് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ററപ്റ്റ് ടൈപ്സ് ഇൻ ദ 8086 microprocessor is triggered by an external hardware signal? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിലെ ഏതാണ് ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഡയറക്ട്ലി സോഫ്റ്റ്വെയർ തന്നെയാണെന്ന് അറിയാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ കൂടെ വരുന്നതാണെന്ന് അറിയാം. അതുപോലെ ഡിവൈഡ് ബൈ 0 അതിന് ടൈപ്പുകളുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റനിൽ അത് ഡിസ്കസ് ചെയ്യും. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞ ഇന്ററപ്റ്റുകളുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ വഴിക്ക് വരുന്നതാണ്. അത് ഓവർഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് അത് അപ്പോഴാണ് ആ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മൈക്രോ പ്രോസസർ ഈസ് ട്രിഗേർഡ് ബൈ എൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ 8086ന്റെ പിൻ ഡയഗ്രാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 17ാമത്തെ പിൻ എന്താ? നോൺ മാസ്കബിൾ ഇന്ററപ്റ്റിനുള്ള പിന്നാണ്. അതായത് ഒരു ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് ഇന്ററപ്റ്റ് ആ പിന്നിൽ കൂടെ കൊടുക്കാൻ പറ്റും. അത് ഒരു ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാർഡ്വെയർ ആയിട്ട് ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട്. ആ ഇന്ററപ്റ്റ് എന്തോ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മൈക്രോപ്രോസസർ അതിന്റെ ബസ്സുകൾ വിട്ടു കൊടുക്കണം. അപ്പം ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ. വാട്ട് ഈസ് ദ size of the instruction queue in the 8086 processor? ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്റലിന്റെ മേക്ക് ആണ് 8086 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്റൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 16-ബിറ്റ് മൈക്രോ പ്രോസസറും എന്ത് തന്നെയാണ്? 8086 ആണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ 8-ബിറ്റ് ആയിരുന്നു. നമ്മൾ നിങ്ങൾ കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും 8085 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രോസസറിനെ കുറിച്ച്. നമ്മുടെ സിലബസിൽ അതില്ല. അത് 8-ബിറ്റ് പ്രോസസർ ആയിരുന്നു. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നത്. അതിന് ഒറ്റ സ്ട്രക്ചർ ആയിരുന്നു അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 86ലേക്ക് വരുമ്പോൾ അതിന് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ബസ് ഇന്റർഫേസ് യൂണിറ്റ് അതുപോലെ എക്സിക്യൂഷൻ യൂണിറ്റ് എന്നൊക്കെ തരംതിരിച്ചിരിക്കുന്നു. പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതില് ബസ് ഇന്റർഫേസ് യൂണിറ്റിലുള്ള ഒരു സംഭവമാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത്. എന്തിനാണ് അത് വെച്ചത്? ഇൻസ്ട്രക്ഷന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അതിനെ ഫെച്ച് ചെയ്യണം, പിന്നെ അതിനെ ഡീകോഡ് ചെയ്യണം, പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം 8085ത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത്രയും സമയം അതിന് പോകും. അതിന് പകരം ആദ്യമേ ഫെച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെ കൊണ്ടുവയ്ക്കും? ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു കുറച്ച് ബൈറ്റുകളായിട്ട് കുറച്ച് നമ്പർ ഓഫ് ബൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഉള്ള ആദ്യത്തെ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സംഭവം കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലും മിമിപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അടുത്ത പ്രോസസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. അടുത്തതിന്റെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ എന്തിനാണ് എടുക്കേണ്ടത് എന്നുള്ള സംഭവങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. ആ ക്യൂവിന്റെ സൈസ് ആണ് ഈ ഇൻസ്ട്രക്ഷൻ ക്യൂവും ആദ്യമായിട്ട് ഇന്റല്
ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏതിൻ്റെ ഉള്ള 8086 എന്ന് പറയുന്ന പ്രോസസറിന്റെ ഉള്ളിലാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇൻസ്ട്രക്ഷൻ ക്യൂ ആദ്യമായിട്ട് ഇന്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 8086 എന്ന് പറയുന്ന മൈക്രോപ്രോസസ്സിനകത്താണ്. അപ്പൊ അതിന്റെ സൈസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ സൈസ് കൂടുന്നതോടെ എന്താവും, കൂടുതൽ ഇൻസ്ട്രക്ഷനെ ക്യൂവിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റും, പ്രോസസ്സിനെ പെട്ടെന്ന് പെട്ടെന്ന് പ്രോസസ്സ് നടത്താനായിട്ട് പറ്റും. ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ക്യൂവിന്റെ സൈസ് എത്രയെന്നാണ്. എത്രയായിരിക്കും? 4, 6, 8, 16 എന്നാണ് അതിന് ആൻസർ തന്നേക്കുന്നത്. ഇത്രയും ബൈറ്റുകളാണ് എന്നാണ് ആൻസർ തന്നേക്കുന്നത്. ആൻസർ എത്ര വരാം? ആൻസർ 6 ബൈറ്റ്സ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ ഉണ്ടാവുന്നത് മാക്സിമം 86ന്റെ. അപ്പൊ അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോന്നെടുത്ത് പോകുന്ന പുറക്കെയാണ് അതിലേക്ക് ഓരോ ഇതിന്റെയും കോഡുകൾ ലോഡ് ചെയ്യപ്പെടാം. ഇനി അതിന്റെ ഏത് രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ ക്യൂന്ന് എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് ഈ പറയുന്ന കോഡുകൾ പോകുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു മാനറിൽ ആദ്യം ആരാണോ എൻ്റർ ആയത് ആ ഓർഡറിലായിരിക്കും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആ ഓർഡറിൽ തന്നെയായിരിക്കും അതിനെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതും ശ്രദ്ധിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which addressing mode is used in the 8086 instruction move x, in bracket 1, 2, 3, 4h? ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഏത് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നൽകുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ്, രജിസ്റ്റർ അഡ്രസ്സിംഗ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ മൂവ് AX, 1, 2, 3, 4h. ഇതാണ് വെച്ചാൽ 1, 2, 3, 4 എന്ന് പറയുന്ന ഡാറ്റ ഡയറക്ട്ലി മൂവിങ് ടു AX. AX എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 1, 2, 3, 4 എന്ന് പറയുന്ന 16-bit ഡാറ്റ ഡയറക്ട്ലി ലോഡ് ആവും. അതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ്. വേറെ ഇടയ്ക്ക് ഒരു സംഭവമില്ല, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന 1, 2, 3, 4 എന്ന് പറയുന്ന ഡാറ്റ AXലേക്ക് മൂവ് ചെയ്യും. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് വെച്ചാൽ എന്താ? അതിന്റെ രണ്ട് ഓപ്പറേന്റും എന്തായിരിക്കും? രജിസ്റ്റേഴ്സ് തന്നെയായിരിക്കും. അപ്പം മൂവ് AX, BX, BXിലത്തെ ഡാറ്റ എന്താണോ അത് AXലേക്ക് മൂവ് ചെയ്യും. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൂവ് AX, in brackets BX അല്ലെ? അപ്പൊ ഈ BX എന്ന് പറയുന്നത്, ഇപ്പം ഈ ബ്രാക്കറ്റിൽ ഒരു BX വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്തോ ഒരു ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെറും ഒരു ഡാറ്റയില്ല, അതൊരു അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ അഡ്രസ്സിലേക്ക് ഡാറ്റ ആയിരിക്കും എവിടേക്ക് മൂവ് ചെയ്യാം? AXലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ BX ഡയറക്റ്റ് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ രണ്ടാമത്തെ കേസിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ BXന്റെ ഉള്ളിലുള്ള അഡ്രസ്സിലുള്ള ഡാറ്റ ആയിരിക്കും എവിടേക്ക് മൂവ് ചെയ്യാം? AXലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒരു അഡ്രസ് തന്നിട്ടില്ലേ? അപ്പോൾ ആ അഡ്രസ്സിലുള്ള ഡാറ്റയാണ് AXലേക്ക് മൂവ് ചെയ്യേണ്ടത്. 1, 2, 3, 4 എന്ന് പറയുന്നത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ അഡ്രസ്സിലുള്ള ഡാറ്റ എന്താണോ, അതിലൊരു ഡാറ്റ എന്താണോ അതാണ് എവിടേക്ക് മൂവ് ചെയ്യേണ്ടത്? AXലേക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which 8086 instruction is used to rotate the bits of a register or memory location to the left through the carry flag? ഇപ്പൊ ക്യാരിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റൊട്ടേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇതിലെ ഓപ്ഷൻ തന്നതിൽ ചെറുതായിട്ട് മിസ്റ്റേക്ക് ഉണ്ട്. ROL എന്ന് പകരം RCL RCR എന്നാണ് തരേണ്ടിരുന്ന കാര്യം. 8086ന്റെ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ക്യാരി ഉള്ളതാണെങ്കിൽ C എന്ന് പറയുന്ന ലെറ്റർ അതിൽ വെക്കലുണ്ട്. RC എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി, RCR എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ആണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് SHL ഉം
SHR, ഷിഫ്റ്റ് ലെഫ്റ്റും ഷിഫ്റ്റ് റൈറ്റും. ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, വേക്കൻറ്റ് വരുന്ന പൊസിഷനിൽ നമ്മൾ സീറോസ് ഇട്ട് കൊടുക്കും. ഇനി റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് വരുന്നതെങ്കിൽ അതിന്റെ MSB പാർട്ടിലായിരിക്കും വേക്കൻറ്റ് ആവുന്നത്, അവിടെ നമ്മൾ സീറോ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അതിനെ 16 ബിറ്റ് ആയിട്ട് നിലനിർത്തുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ അല്ല, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു രജിസ്റ്ററിനോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനോ ഉള്ള ഡാറ്റ ലെഫ്റ്റിലേക്ക് ത്രൂ ക്യാരി ഫ്ലാഗ് നീക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആൻസർ എന്തായിരിക്കും, RCL, അതായത് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അതിന്റെ RCL ഫുൾ ഫോം ഇങ്ങനെയാണ്, റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. ROL എന്ന് വെച്ചാൽ എന്താ, ROL എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യൽ തന്നെയാണ്, പക്ഷെ ക്യാരി ഇൻക്ലൂഡഡ് ആവില്ല. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ MSB LSB സൈഡിലേക്ക് പോകും, LSB ഓരോ പൊസിഷൻ ലെഫ്റ്റിലേക്ക് നീങ്ങി വരും. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following 8086 assembly program segment. Move X, 0010H. അപ്പം X ആരുണ്ട്, X equal to 0010H, DX equal to 0002H, div BX. എൻ്റെ അർത്ഥം എന്താ, AX by BX. ഓക്കെ, AX by BX. ഇനി മൂവ്, അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൂവ് DX, AX. AXൽ എന്തുണ്ടോ അത് എവിടേക്ക് മൂവ് ചെയ്യണം, DXലേക്ക് മൂവ് ചെയ്യണം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8086 മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആൻസറിന്റെ ഒരു പാർട്ട് ഇരിക്കുന്നത് AXലും അതിന്റെ അടുത്ത പാർട്ട് ഇരിക്കുന്നത് DXലും ആയിരിക്കും. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ എങ്കിൽ LSB അവിടെ ഉണ്ടാവും, AXലുണ്ടായിരിക്കും. MSB അവിടെ ഉണ്ടാവും, DXൽ ഉണ്ടാവും. അടുത്തൊരു കാര്യം, ഡിവിഷനിലാണെങ്കിൽ കോഷ്യന്റ് എന്ന് പറയുന്നത്, ഡിവിഷനിൽ രണ്ട് ആൻസർ നമുക്ക് വരാമല്ലോ, ഒന്ന് കോഷ്യന്റ് വരാം, ഒന്ന് റിമൈൻഡർ വരാം. അപ്പം എല്ലാ കേസിലും റിമൈൻഡർ ഉണ്ടാവുന്നില്ല, പൂർണ്ണമായിട്ട് ഹരിച്ചു പോകുന്ന സംഖ്യകളാണെങ്കിൽ റിമൈൻഡർ ഉണ്ടാവില്ല, അപ്പൊ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ DX 0 ആയിരിക്കും. ഓൺലി ആൻസർ എന്ന് പറയുന്നത് AXലുള്ള കോഷ്യന്റ് മാത്രമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, DXനെയും AXനെയും സ്റ്റോർ ചെയ്യണം. ഇവിടെ കുറച്ചും കൂടി എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് AXലത്തെ DXലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ധാരണ അനുസരിച്ച് AXലും DXലും ആൻസർ ഉണ്ട്, പിന്നെ AXലത്തെ എന്തുകൊണ്ട് DXലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം. അപ്പം അത് കറക്റ്റ് ആയിട്ട് DXലെ ആൻസർ ഉണ്ടെങ്കിലും AXലത്തെ മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആൻസർ എന്താവും, അപ്ഡേറ്റ് ആവും. DXലത്തെ പഴയ ആൻസർ പോയിട്ട് പുതിയത് വരും. ഇവിടെ 10/2 ആണ് പറഞ്ഞേക്കുന്നത്. ഈ 10 എന്ന് പറയുന്നത് 10H ആണ്. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള നമ്പർ 16 ആണ്. 16/2 എന്ന് പറയുന്നത് എത്ര വരാം, 16/2 ഈക്വൽ ടു 8 ആണ് വരാം. ഇപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 0008H ആണ് റൈറ്റ് ആൻസർ വരാം. അതെവിടെ ഉണ്ടാവും, നോർമൽ കേസിൽ AXല് റിമൈൻഡർ കോഷ്യന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഷ്യന്റ് എന്ന് പറയുന്നത് 0008H ആണ്. അതേ സമയത്ത് തന്നെ DXൽ എന്തുണ്ടാവും, റിമൈൻഡർ ഉണ്ടാവും. റിമൈൻഡർ ഇവിടെ എന്താ, 000H. ഇത് നടക്കുന്നത് div DX എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് എന്താ, മൂവ് DX, AX. അപ്പൊ എന്തുണ്ടാവും, AXലത്തെ വാല്യൂ DXലേക്ക് വരും. AXലത്തെ വാല്യൂ എന്താ, 0008 ആണ്. അത് എവിടേക്ക് വരും, DXലേക്ക് വരും. AXൽ ആ വാല്യൂ തന്നെ ഉണ്ടാവും, DX അപ്ഡേറ്റ് ചെയ്യപ്പെടും. 0000 നിന്നും അത് എവിടേക്ക് മാറും, 0008 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മാറും. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ DX എന്തായാലും ചേഞ്ച് ചെയ്തിരിക്കും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ DXന്റെ വാല്യൂ 0000 ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. Next question. In the 8086 microprocessor, what is the vector address of
ടൈപ്പ് 2 ഇന്ററപ്റ്റ് NMI. എന്താണ് വെക്ടർ അഡ്രസ്? അതായത് നമ്മളൊരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ വെക്ടർ അഡ്രസ്, ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇന്ററപ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാം റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിനുള്ളിൽ ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ISR എന്ന്, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രോഗ്രാമുകൾ മാറ്റങ്ങൾ വരുത്തണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ISR അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇന്ററപ്റ്റ്, ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നു, ആ ഇന്ററപ്റ്റിന് ആനുപാതികമായ ഒരു ISR-ലേക്കാവണം അത് പോകേണ്ടത്. ഇപ്പം ഒന്നാമത്തെ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ISR എടുക്കാൻ പാടില്ല, ഒന്നാമത്തെ ഇന്ററപ്റ്റിന്റെ തന്നെ ടൈപ്പ് 1 ഇന്ററപ്റ്റിന്റെ തന്നെ ISR എടുക്കണം. അപ്പം ഈ വെക്ടർ അഡ്രസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഇന്ററപ്റ്റിന്റെ ISR, അതായത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ്. ഏത് മെമ്മറി ലൊക്കേഷനാണ് ISR തുടങ്ങുന്നത്, അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് വെക്ടർ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇന്ററപ്റ്റിനും ഓരോ രീതിയിലുള്ള ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്രസ്സുകളും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഇനി 8086-ന് മൊത്തമുള്ളത് 256 ഇന്ററപ്റ്റ്സ് ആണ്. അതായത് 00 തൊട്ട് FFH വരെ ഇന്ററപ്റ്റുകളുണ്ട്. ഈ ഇന്ററപ്റ്റുകൾക്ക് ഓരോന്നിനും എന്തുണ്ട്? ഓരോ വെക്ടർ അഡ്രസ്സും ഉണ്ട്. ആ വെക്ടർ അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 000 തൊട്ട്, അപ്പം ഒന്നിൽ കൂടുതൽ മെമ്മറി ലൊക്കേഷൻ ഇതിലത്തെ ഓരോന്നിന്റെയും ISR-ന് വേണ്ടി വരുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ അഡ്രസ്സുകൾ. കാര്യം എന്താ? ചിലപ്പോൾ ISR എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്നിൽ കൂടുതൽ ബിറ്റുകളുണ്ടാവും. ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രാം, ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും, സ്മോൾ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അതിന് കുറച്ച് മെമ്മറി ലൊക്കേഷൻ വേണം. അപ്പൊ അത്രയും ഈ 256 ഇന്ററപ്റ്റിന് വേണ്ടിയിട്ട് അവർ ഈ വെക്ടർ ടേബിൾ എന്ന് പറയുന്നത് ആ സൈസ് 0000H തൊട്ട് 003FFH വരെ ആയിരിക്കും. ഓക്കെ, ഇന്ററപ്റ്റ് വെക്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഇന്ററപ്റ്റിന്റെ വെക്ടർ അഡ്രസ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് ഒരു ഇന്ററപ്റ്റിന്റെ വെക്ടർ അഡ്രസ് കണ്ടുപിടിക്കുക? അതിന് ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. വെക്ടർ അഡ്രസ് ഈക്വൽ ടു ഇന്ററപ്റ്റ് നമ്പർ ഇൻറ്റു 2. ഇന്ററപ്റ്റ് നമ്പർ, അത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു നമ്പർ കാണിക്കും, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ തരും. അതിന്റെ വെക്ടർ അഡ്രസ് അനുസരിച്ച് ടൈപ്പ് നമ്പർ എത്രയാണോ, അതായത് അതിന് തന്നെയാണ് ഇന്ററപ്റ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്, അത് ഇൻറ്റു 2 ആണ് എന്ത്? വെക്ടർ അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ടൈപ്പ് 2 ഇന്ററപ്റ്റ് ആണെന്ന് വയ്ക്കാം. അപ്പം അതിന് നമ്മൾ ടൈപ്പ് 0 ഇന്ററപ്റ്റ് ആണെന്ന് വയ്ക്കാം, INT 0. അപ്പൊ അതിന്റെ വെക്ടർ അഡ്രസ് പറയുന്നത് എത്രയായിരിക്കും? 00H ഇൻറ്റു ഇൻറ്റു 2 അല്ല, ഇൻറ്റു 4 ആണ്. ഇൻറ്റു 4. 0ന്റെ എന്തിന് മൾട്ടിപ്പിൾ ചെയ്താലും എന്താ? 00H തന്നെയാണ് വരുന്നത്. അപ്പൊ ഇന്ററപ്റ്റ് 0ന്റെ, അതായത് ടൈപ്പ് 0 ഇന്ററപ്റ്റിന്റെ വെക്ടർ അഡ്രസ് പറയുന്നത് എത്രയാ? 00H ആണ്. ഇനി ടൈപ്പ് 1 ഇന്ററപ്റ്റ് ആണെന്ന് വെക്കാം. ടൈപ്പ് 1, ദാറ്റ് ഈസ് ഇന്ററപ്റ്റ് 1 ഈക്വൽ ടു 01 ഇൻറ്റു 01H ഇൻറ്റു 4 ഈക്വൽ ടു 04H. ഓക്കെ, ക്ലിയർ ആയോ? 00 ഈ 00H 000H, ദിസ് മീൻസ് 0004H, അങ്ങനെ. അപ്പം ഓരോ ഇന്ററപ്റ്റും ടൈപ്പ് മാറും തോറും, ടൈപ്പ് 0, ടൈപ്പ് 1, ഇനി ടൈപ്പ് 2 ആണെങ്കിലോ? ടൈപ്പ് 2 ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ടൈപ്പ് 2 ആണെങ്കിൽ എത്ര വരാം? ടൈപ്പ് 2 ഇന്ററപ്റ്റ് 2
equal to 0 2h into 4 equal to 0 8h. That means 0 0 0 8h. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പൊ എന്താണോ ടൈപ്പ് അത് ഇൻറ്റു 4 ആണ് ഇക്വേഷൻ, വെക്ടർ അഡ്രസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഇന്ററപ്റ്റ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ്, അതായത് ടൈപ്പ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ആണെങ്കിൽ 2 ഇൻറ്റു 4 8. ഓക്കെ, ക്ലിയർ. ഇനി അതിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. 00h എന്ന് പറയുന്ന സംഭവം, അതായത് ടൈപ്പ് 0 ഇന്ററപ്റ്റിനെ നമ്മൾ പറയുന്ന പേരുണ്ട് ഡിവൈഡ് ബൈ 0. 01നെ നമ്മൾ പറയുന്ന പേരുണ്ട് സിംഗിൾ സ്റ്റെപ്പ്. അതായത് നമ്മൾ ഡീബഗിങ് പ്രോസസ്സിനൊക്കെയാണ് ഈ പറയുന്ന ഇന്ററപ്റ്റ് ഉപയോഗിക്കുന്നത്, സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഡിബഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 02h എന്ന് പറയുന്നത് ഇതിവിടെ കാണിച്ചിട്ടുണ്ട്, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റിന്റെ സംഭവമാണ്. അങ്ങനെ അങ്ങനെ ഇത് ഒരു 21 എണ്ണം വരെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ 4 ഞാനിവിടെ പറയുന്നത്. 03 ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച് സാധാരണ കാണാറുള്ള ഈ 4 മാത്രമേ ഉള്ളൂ. ബ്രേക്ക് പോയിന്റ് ഇന്ററപ്റ്റ് ആണ്, ബ്രേക്ക് പോയിന്റ് 04 ഓവർ ഫ്ലോ ഇന്ററപ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the 8086 microprocessors maximum mode, which external device generates the control signals like MRDC, MWTC and IORC? ഈ MRDC എന്ന് പറയുന്നത് മെമ്മറി റീഡ് കമാൻഡ് ആണ്. MWTC എന്ന് പറയുന്നത് മെമ്മറി റൈറ്റ് കമാൻഡ് ആണ്. IORC എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് കമാൻഡ് ആണ്. IOWC എന്ന് കൂടിയുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് കമാൻഡ്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏത് എക്സ്റ്റേണൽ ഡിവൈസ് ആണ് മാക്സിമം മോഡിൽ ഈ കൺട്രോൾ സിഗ്നൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം 2 മോഡുകളായിട്ട് 8086 തിരിച്ചിട്ടുണ്ട്, മിനിമം മോഡ് മാക്സിമം മോഡ്. മാക്സിമം മോഡിലാണ് എന്ത്, നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സറുകളായിട്ട് നമ്മൾ 86നെ കണക്ട് ചെയ്യുന്നത്. മിനിമം മോഡിൽ 86 മാത്രമേ ഉണ്ടാവുള്ളൂ. മാക്സിമം മോഡിലേക്ക് പോകുമ്പോൾ കോ പ്രോസസ്സറുകളായിട്ട് 86നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോ പ്രോസസ്സറുമായിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. കൂടുതൽ കോ പ്രോസസ്സറുമായിട്ട് മെർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പം ഏത് IC ആണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലെക്ചർ പോളിയുടെ സിലബസിൽ തന്നെ കുറച്ച് കോ പ്രോസസ്സറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അന്നേരം പറഞ്ഞിരുന്നത് 8087 ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിതമെറ്റിക്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന്. ഇനി 8259 എന്ന് പറയുന്നത് PIC, പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റുകളുടെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതിനെ മാസ്ക് ചെയ്യണം, ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് 8259 എന്ന IC-യിലെ കൂടെ. അതേപോലെ 8255, ഈ 2 IC 8259ഉം 8255 നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ. 8255 എന്ന പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആണ്. പെരിഫറൽസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് 8255 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഈ പറയുന്ന ഇന്ററപ്റ്റ് കൺട്രോളറോ അല്ലെങ്കിൽ പെരിഫറൽ ഇന്റർഫേസോ ഒന്നും നമുക്ക് എന്തിനെ ഉപയോഗിക്കാൻ പറ്റില്ല, കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 8087 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് അൽഗോരിതത്തിന് അരിതമെറ്റിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആരെ ബാക്കിയുള്ളൂ 8288 എന്ന് പറയുന്ന ബസ് കൺട്രോളർ. ഇവിടെ ബസ് കൺട്രോളർ എന്ന വാക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 8086ന്റെ ഒപ്പം മാക്സിമം മോഡിൽ എക്സ്റ്റേണൽ ഡിവൈസിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാ? ഓപ്ഷൻ സി 8288 എന്ന് പറയുന്ന ബസ് കൺട്രോളർ ആണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേർഡ് സൈസ് ഓഫ് ദ 8086 മൈക്രോ പ്രോസസർ? 8086ന്റെ മൈക്രോ പ്രോസസറിന്റെ വേർഡ് സൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
എന്തായിരിക്കും ഓപ്ഷൻ? തന്നിരിക്കുന്നത് 8, 16, 32, 64. ഓപ്ഷൻ ബി 16 ബിറ്റ്സ് റൈറ്റ് ആണ്. ഈ വേർഡ് സൈസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ ഒരു മൈക്രോ പ്രോസസ്സറിന് എത്രമാത്രം ഡാറ്റ ബിറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിന്റെ കപ്പാസിറ്റിയാണ്. ആദ്യത്തെ 16 ബിറ്റ് മൈക്രോ പ്രോസസർ, ഇന്ത്യയിൽ ഇറക്കിയേക്കുന്ന ആദ്യത്തെ 16 ബിറ്റ് മൈക്രോ പ്രോസസറാണ് ആര്? 8086 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 16 ബിറ്റ്സ് ആണ് കറക്റ്റ്. ഇനി ബൈറ്റ്സിലെ ചോദിക്കുന്നെങ്കിൽ അത് 16 ബിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ബൈറ്റ്സ് ആണ് അല്ലെ. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അത് മാത്രമല്ല 86ലത്തെ ഭൂരിഭാഗം എല്ലാ രജിസ്റ്ററിലെ സൈസ് എത്രയായിരിക്കും? 16 ബിറ്റ് തന്നെയായിരിക്കും. കാര്യം എന്താ? ഡാറ്റ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടത് 16 ബിറ്റ് ആണ്. Okay. Next question. Which register in the 8086 holds the address of the next instruction to be executed? അപ്പോൾ നമ്മൾ 8085 ആയിരിക്കും ആദ്യം പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ 8051 നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്. അതേപോലെ കോമൺ ആയിട്ട് കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ, പ്രോഗ്രാം കൗണ്ടർ. നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുള്ളൊരു ഇത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സൂചിപ്പിക്കുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ. നമ്മൾ 85 പഠിച്ചിട്ടുണ്ട്, അതേപോലെ 51 പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 8086 പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ ഇല്ല. 86 പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആ ഒരു പേരിൽ ഇല്ല. പക്ഷെ അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ള പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ടില്ല. ചിലപ്പോൾ എങ്ങാനും പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കുറെ പേരൊക്കെ അത് ബബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 8086 എന്തില്ല? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന പേരിൽ ഒരു രജിസ്റ്റർ ഇല്ല. പക്ഷെ ആ ഫംഗ്ഷൻ ചെയ്യുന്ന മറ്റൊരു രജിസ്റ്റർ ഉണ്ട്. അതേതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. വിച്ച് രജിസ്റ്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഇൻ 8086? ഏതായിരിക്കും അതിന്റെ ആൻസർ? ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്നാണ്. ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് എക്സിക്യൂട്ടീവിന്റെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സേവ് ചെയ്യുന്ന രജിസ്റ്റർ. ഇനി 8085, 8051 ഇതിലെല്ലാം ആരായിരിക്കും? പ്രോഗ്രാം കൗണ്ടർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. 8086 മാത്രം ആരായിരിക്കും? ഇൻസ്ട്രക്ഷൻ പോയിന്റ് ആയിരിക്കും ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. 13. വിച്ച് 8086 ഇൻസ്ട്രക്ഷൻ മൂവ്സ് ഡാറ്റ ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ? നമ്മൾ നേരത്തെ അഡ്രസ്സിംഗ് മോഡ് പഠിച്ചപ്പം അഡ്രസ്സിംഗ് മോഡിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ് ഏത് കോഡ് വേർഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റനെ ഒരു രജിസ്റ്ററിൽ നിന്നും മറ്റൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഡ് എന്ന് വെച്ചാൽ രണ്ട് രജിസ്റ്ററിലത്തെ ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു രജിസ്റ്ററിലത്തെ ഡാറ്റയിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലത്തെ ഡാറ്റ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കമ്പയറിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. പക്ഷേ രണ്ടിൽ വലുതാണോ ചെറുതാണോ എന്നുള്ള കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കമ്പാരിസണിൽ ദർ ഇസ് നോ മൂവ്മെന്റ്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് ഏതാ? മൂവ് ആയിരിക്കും റൈറ്റ് ആൻസർ. നേരത്തെ നമ്മൾ ടെസ്റ്റിംഗ് മോഡിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മൂവ് AX, BX. അതിന്റെ അർത്ഥം എന്താ? AXൽ നിന്നും BXലത്തെ ഡാറ്റ AXലേക്ക് മൂവ് ചെയ്യണം. ഇപ്പം മൂവ് AX ബ്രാക്കറ്റിൽ BX ആണെങ്കിൽ BX എന്ന് പറയുന്നത് ഒരു അഡ്രസ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ആ അഡ്രസ് ലൊക്കേഷനിലെ ഡാറ്റ അതിലെ ഡാറ്റ എങ്ങനെ മൂവ് ചെയ്യും? AXലേക്ക് മൂവ് ചെയ്യും. അപ്പം മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ? ഡാറ്റയെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഇൻസ്ട്രക്ഷനാണ് മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ അപ്പോൾ ബി ആണ് റൈറ്റ് ആൻസർ. മൂവ് എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ. 14th one. What is the purpose of the ALE pin in the 8086 microprocessor? ALE പിന്നിന്റെ ALEയുടെ ഫുൾ ഫോം എന്താ? അഡ്രസ് ലാച്ച് എനേബിൾ. അഡ്രസ്സിനെ ലാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം 8085 8086 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ, അതായത് ഹാർഡ്വെയറിന്റെ സൈസ് കുറച്ചുകൂടി കോമ്പാക്ട് ആക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അല്ലെ. ലോവർ ഓർഡർ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്ലക്സ് ചെയ്യുന്ന ലൈനുകൾ AD0 തൊട്ട് AD15 ആണ്. പിന്നെ ഒരു 4 ലൈൻ മാത്രമേ 20 ബിറ്റ് അഡ്രസ് ആണ്
8086 ഉള്ളത് AD16, 17, 18, 19 അത്രയും, സോറി AD അല്ല, A16, A17, A18, A90 ഇത്രയും മാത്രമാണ് മൾട്ടിപ്ലക്സിൽ ഇല്ലാത്തത് അഡ്രസ് ഡാറ്റ ബസ്സുമായിട്ട്. അപ്പൊ ഇത് 16 ബിറ്റ് ഡാറ്റ ബസ് അഡ്രസ് ബസ്സിന്റെ MSB 16 ബിറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലക്സ് ചെയ്തിരിക്കുന്നു. ഇനി അറ്റ് എ ടൈമിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നുകിൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ്സിനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബസ്സിൽ കൂടെ വിടാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകിൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡീമൾട്ടിപ്ലക്സ് ചെയ്യണം അല്ലെ. ഡീമൾട്ടിപ്ലക്സ് ചെയ്താലേ അഡ്രസ് ആയിട്ടും ഡാറ്റ ആയിട്ടും നമുക്ക് തിരഞ്ഞെടുച്ചറിയാൻ പറ്റും. അപ്പൊ ഇവിടെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അഡ്രസ്സിനെ ഡീമൾട്ടിപ്ലക്സ് ചെയ്ത് അതിനെ അഡ്രസ് ബസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന ആ സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു പിന്ന് UP ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ തവണയും ഓരോ അഡ്രസ് വരുമ്പോൾ എന്താവും, ഒരു ട്രാൻസിഷൻ, ഹൈ ടു ലോ ട്രാൻസിഷൻ നടക്കും. അന്നേരം അഡ്രസ് ബസ്സിലേക്ക് എന്തെത്തും, അഡ്രസ് എത്തും. അത് കഴിഞ്ഞ് പിന്നെ അതിനെ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ എടുക്കും. അതിന് വീണ്ടും അതിന്റെ സിഗ്നൽ ഹൈ ടു ലോ ട്രാൻസിഷൻ നടത്തും. അപ്പം അടുത്ത അഡ്രസ്സിലേക്ക് അത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് UP വർക്കിംഗ് നടക്കുന്നത്. ഇവിടെ ഏതായിരിക്കും അതിന്റെ ആൻസർ വരിക, ടു ഇൻഡിക്കേറ്റ് മെമ്മറി റീഡ് ഓപ്പറേഷൻ. മെമ്മറി റീഡ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇന്ററപ്റ്റ്സിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ടു എനേബിൾ ഇന്ററപ്റ്റ് അല്ല. ക്ലോക്ക് സിഗ്നലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല. ടു ലാച്ച് ദ അഡ്രസ് ഓൺ ടു അഡ്രസ് ബസ്. അഡ്രസ്സിനെ അഡ്രസ് ബസ്സിലേക്ക് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന പിൻ. ഒരു പക്ഷേ അതിന്റെ ALEയുടെ ഫുൾ ഫോം അറിയാവുന്നവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 15th ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ററപ്റ്റ് ഈസ് ഇൻ ദ 8086 ഈസ് യൂസ്ഡ് ഫോർ സിംഗിൾ സ്റ്റെപ്പ് ഡിബഗിങ്. നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു, ഏത് ടൈപ്പ് ഇന്ററപ്റ്റ് ആണ് നമ്മൾ സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ 00 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 0 ഇന്ററപ്റ്റ് ആണ്. 01 എന്ന് പറയുന്നത്, അതായത് 00 എന്ന് വെച്ചാൽ ടൈപ്പ് 0, ഇത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. അപ്പൊ ടൈപ്പ് 0ന്റെ 00 ആണ്, അതിന്റെ ഇന്ററപ്റ്റ് ഡിവൈഡ് ബൈ 0 ആണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് 01 ആണ്, അതിന്റെ സിംഗിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഡീബഗിങ്. അതായത് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് നമുക്കറിയാം. അതിന്റെ സെറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഡീബഗിങ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് ആണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ട്രാപ്പ് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം സിംഗിൾ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഡീബഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാമിലത്തെ ഓരോ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രാപ്പ് ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ പറയുന്ന പ്രോസസ്സർ എന്ത് ചെയ്യാം, ടൈപ്പ് 1 എന്ന് പറയുന്ന ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്തത്. അപ്പൊ ട്രാപ്പ് ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യും, ഓരോ ഇൻസ്ട്രക്ഷനെയും സ്റ്റെപ്പ് ആയിട്ട് എടുക്കുള്ളൂ. ക്ലിയർ ആയോ? ഇവിടെ എന്താ ആൻസർ വരിക, സിംഗിൾ സ്റ്റെപ്പ് ഡീബഗിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 ആണ് അതിന്റെ ആൻസർ എന്ന്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, in the 8086 what is the effective address for the instruction move AX, SI plus 2000H? എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്കറിയാം, ഒരു ഇൻഡെക്സ്, അതായത് സോഴ്സ് ഇൻഡെക്സിലത്തെ ഒരു അഡ്രസ്സിന്റെ പ്ലസ് ഇതിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇൻഡെക്സ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് മോഡിലാണ് അഡ്രസ്സിംഗ് മോഡുള്ളത്. അതിന്റെ എഫക്റ്റീവ് അഡ്രസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സെഗ്മെന്റ് ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഡാറ്റ സെഗ്മെന്റ് ആയിരിക്കും ഇതിന് ഉണ്ടാവുന്നത്. ഫിസിക്കൽ അഡ്രസ് വെച്ചാൽ എന്താ, സെഗ്മെന്റ് ബേസിന്റെയും അതുപോലെ എഫക്റ്റീവ് അഡ്രസ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫിസിക്കൽ അഡ്രസ് കിട്ടുക. അത് വെച്ചിട്ടാണ് നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഫിസിക്കൽ അഡ്രസ്സിലെ എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് എന്താ, SI plus 2000H. അപ്പൊ ഓപ്ഷൻ എത്ര വരാ, കണ്ടൻസ് ഓഫ് SI plus 2000H. അപ്പം ഇനി നമുക്ക് ഫിസിക്കൽ അഡ്രസ് കാണണമെങ്കിൽ എന്ത് വേണം, അതിന്റെ കൂടെ സെഗ്മെന്റ് അഡ്രസ് കൂടി ആഡ് ചെയ്യണം. അതിന്റെ കൂടെ വെറുതെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഒരു 0 ആഡ് ചെയ്തിട്ട് വേണം
ഫൈനൽ 20 ബിറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് 20 ബിറ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും 16 ബിറ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കുമ്പോൾ അത് 20 ബിറ്റ് ആയി മാറിയിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കണ്ടൻസ് ഓഫ് SI പ്ലസ് 2000H. The next question, what is the result of the 8086 instruction sub AX, AX? AXൽ നിന്നും AX കുറച്ചാൽ എന്തുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു നമ്പറിൽ നിന്ന് വേറെ നമ്പർ അതേ നമ്പർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ആൻസർ 0 ആയിരിക്കും. അപ്പോൾ AX എന്തായിരിക്കും? 0 ആയിട്ട് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ AXൽ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ എന്തായാലും ഈ AX എന്ന രജിസ്റ്ററിന്റെ പ്രത്യേകത എന്താ? ഓരോ സമയത്തും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിസൾട്ടുകൾ വരുന്നത് എവിടെയാ? AXന്റെ ഉള്ളിലാണ്. അപ്പം AXൽ മുമ്പ് ഒരു 2 ഉണ്ടായിരുന്നു, 0002. സബ്ട്രാക്ഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ AX, AX. അപ്പം ഓപ്പറേഷൻ എന്താ വരിക? 0002 മൈനസ് 002 ഈക്വൽ ടു 000. അപ്പൊ AX എന്തായിട്ടുണ്ടാവും? AX ഈക്വൽ ടു 000. AX അപ്ഡേറ്റ് ചെയ്തു. അപ്പം ആൻസർ എത്ര വരാം? AX ഈക്വൽ ടു സെറ്റ് ടു 0. ക്ലിയർ അല്ലേ? ഇവിടെ അൺചേഞ്ച് ആവാൻ ഓപ്ഷൻ ഇല്ല, കാര്യം ചേഞ്ച് ആവും എന്തായാലും. ഡിക്രിമെന്റഡ് ബൈ 1 ഡിക്രിമെന്റ് ഓപ്പറേഷൻ അല്ല പറഞ്ഞേക്കുന്നത്, സബ്ട്രാക്ഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അതേ നമ്പർ തന്നെയാണ് സബ്ട്രാക്ട് ചെയ്തത്. പിന്നെ AX സെറ്റ് ആവില്ല FFF ആയിട്ട്. AX എന്താവാ? 0ലേക്ക് മാറുക ചെയ്യുക ആ സബ്ട്രാക്ഷന്റെ ആൻസർ വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ following 8086 assembly program AX, 0004. അപ്പൊ AX എന്ന് പറയുന്നത് 00, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 0004. BX എന്ന് പറയുന്നത് 0002. ആഡ് AX, BX. ആഡ് ചെയ്താൽ എന്തുണ്ടാവും? 0004ഉം 002ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. മൂവ് AX, അപ്പം ഇവിടെ AX എന്ന് പറയുന്നത് എന്തായി? 0006 ആയി. ഇനി AXന്റെ ഡാറ്റ CXലേക്ക് മൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ CX ഈക്വൽ ടു AX ഈക്വൽ ടു 0006. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ AXന്റെ ഡാറ്റ CXലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിന് പകരം നിങ്ങളെടുത്ത് BX പറഞ്ഞെന്ന് വയ്ക്കാം. BXൽ സ്റ്റിൽ എന്താ കിടക്കുന്നത്? 0002 ആണ് കിടക്കുന്നത്. അപ്പൊ ചുമ്മാ ഇങ്ങനെ ഒരു ആഡ് BX, AX, BX വരെ തന്നിട്ട് അവരിപ്പോ പറയാണ് മൂവ് BX, AX എന്ന് പറഞ്ഞാൽ AXലും BX എന്താവും? 002 മാറിയിട്ട് 0006 ആവും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ശ്രദ്ധിക്കുക, അതുപോലെ സോഴ്സ് രജിസ്റ്റർ ശ്രദ്ധിക്കുക. ചിലപ്പോൾ CX, AX പകരം CX, BX വരും. നമ്മൾ ആൻസർ AX ഉണ്ടല്ലോ എന്നുള്ളതിൽ AX എഴുതി വെക്കും. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഇവിടെ AX ആണ് ചോദിച്ചെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് അവർ മാറ്റി തരുവാണെങ്കിൽ CX, BX എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? 0002 ആയിരിക്കണം. ആ ഒരു ഓപ്ഷൻ കൊണ്ടായിരിക്കും ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ 0002ഉം തന്നേക്കുന്നത്. ഇവിടെ എന്താ വരാ? ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷനുകളൊന്നുമില്ല. AXും BX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0006 ആണ് കിട്ടുന്നത്. ആ ആൻസറിനെയാണ് CXലേക്ക് മൂവ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ CXലത്തെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CXലത്തെ വാല്യൂ വരാം 0006 ആയിരിക്കും ആൻസർ വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. In the 8086, which flag is set when the result of an arithmetic operation is 0? ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ 0 ആയി കഴിഞ്ഞാൽ ഏത് ഫ്ലാഗാ സെറ്റ് ചെയ്യാം? അപ്പം ഇതിൽ 4 ഫ്ലാഗുകൾ തന്നിട്ടുണ്ട്. ക്യാരി ഫ്ലാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു അരിതമെറ്റിക് ഓപ്പറേഷനിൽ ക്യാരി വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ ക്യാരി അല്ല ചോദിച്ചിരിക്കുന്നത്. ഫ്ലാഗ് ഈസ് സെറ്റ് വെൻ റിസൾട്ട് ഓഫ് ആൻ അരിതമെറ്റിക് ഓപ്പറേഷൻ ഈസ് 0 വരാണെങ്കിൽ, അപ്പം ക്യാരി എന്ന് പറയുന്നത് ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സൈൻ ഫ്ലാഗ് എന്ന് വെച്ചാൽ എന്താ? MSB 1 ആയി കഴിഞ്ഞാൽ സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യും. MSB 1 ആവാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു നെഗറ്റീവ് നമ്പർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം 0 ആയി പോകുന്നത് പറയുമ്പോൾ MSB 1 ആവേണ്ട സാധ്യത ഇല്ല. ഇനി ഓവർഫ്ലോ ഫ്ലാഗ് എന്താ? സൈൻഡ് ബിറ്റിന്റെ ഓപ്പറേഷനുകൾ, സൈൻഡ് ബിറ്റിന്റെ അരിതമെറ്റിക് ലോജിക് ആയിട്ടുള്ള ഓപ്പറേഷനിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, എന്ത് ക്യാരി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഓവർഫ്ലോ ക്യാരി വന്നാലും ആൻസർ എന്താണ്? 0 അല്ല. അപ്പൊ അതാവാനും സാധ്യതയില്ല. അപ്പൊ പിന്നെ 0 ഫ്ലാഗ് തന്നെയുള്ളൂ. 0 ഫ്ലാഗ് എന്ന് വെച്ചാൽ എന്താ?
ഏതെങ്കിലും അരിതമെറ്റിക് ഓപ്പറേഷൻ നടന്നു, എന്നിട്ട് ആ ഓപ്പറേഷന്റെ റിസൾട്ട് 0 ആയി കഴിഞ്ഞാൽ, എല്ലാ ബിറ്റുകളും 0 ആയി കഴിഞ്ഞാൽ സീറോ ഫ്ലാഗ് വിൽ ബി സെറ്റ്. അപ്പം ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ 8086 minimum mode, which signal is used to indicate memory write operation? മെമ്മറി റൈറ്റ് നമ്മൾ മുമ്പിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു ബസ് കൺട്രോളറിന്റെ. അപ്പൊ അതിൽ പറഞ്ഞതാണ് എന്താണ് MRDC, MWDC. എം എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് മെമ്മറി എന്ന് പറയുന്ന ഓപ്പറേഷൻ, M ഫോർ മെമ്മറി. ഇനി IO എന്ന് പറയുന്ന 2 ലെറ്ററിൽ സൂചിപ്പിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ മിനിമം മോഡിലെ ഏത് സിഗ്നലാണ് മെമ്മറി റൈറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷന്. ഇപ്പൊ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് M സെലക്ട് ചെയ്യാം. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വരാം, റൈറ്റ് WRIT WD എടുത്തു, അല്ലെങ്കിൽ നമുക്ക് W മാത്രം എടുക്കാം. ഈ C എന്ന് പറയുന്ന കമാൻഡിന്, ഈ C എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്ന കമാൻഡ് എന്നാണ്. ഏത് കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റൈറ്റ് കമാൻഡ് ആണോ റീഡ് കമാൻഡ് ആണോ? ഇവിടെ നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യൻ തന്ന പ്രകാരം മെമ്മറി ഓപ്പറേഷൻ ആണ്. അപ്പം എയോ ബിയിലോ ഒന്നാണ് വരുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് റൈറ്റ് ഓപ്പറേഷൻ ആണ്. റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ WT. അപ്പം ബി ആണ് റൈറ്റ് ആൻസർ. ഇനി IO റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IOWC ആണ് വരെ. ഇവിടെ മെമ്മറി റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിച്ചിരുന്നത് എന്താ? ഫിസിക്കൽ അഡ്രസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. In 8086, what is the physical address for the memory location accessed by CS 1000 and IP is an instruction point 2000H. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോഡ് സെഗ്മെന്റ് അഡ്രസ് ഉണ്ട്. അപ്പോൾ സെഗ്മെന്റ് അഡ്രസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെഗ്മെന്റ് അഡ്രസ്സിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യണം, അല്ലേ? അപ്പം സെഗ്മെന്റ് അഡ്രസ് എന്ന് പറയുന്നത് CS = 1000 ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 0 അതിന്റെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. അപ്പൊ അത് 10,000H ആയി. ഇനി എന്ത് ചെയ്യണം? ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് CS × 10, അതായത് 10,000 പ്ലസ് ഇവിടെ IP-യുടെ ഏതാ തന്നേക്കണേ. അപ്പൊ ഇൻസ്ട്രക്ഷൻ പോയിന്റ്. അപ്പം എത്ര വരാം? 1000 പ്ലസ് 2000 = 12,000H ആയിരിക്കും എന്ത്? 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രയാ? 16 ബിറ്റ് ആണ്. IP-യുടെ അഡ്രസ് എത്രയാ? 16 ബിറ്റ് ആണ്. നമുക്ക് 1 MB മെമ്മറി ലൊക്കേഷൻ ആണ് 8086 ഉള്ളത്. 1 MB നമുക്ക് ഇതാക്കണമെങ്കിൽ അഡ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും 20 ബിറ്റ് അഡ്രസ് ലൈൻ വേണം. ആ 20 ബിറ്റ് അഡ്രസ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെഗ്മെന്റ് അഡ്രസ്സിന്റെ കൂടെ എന്ത് ചെയ്യും? ഒരു 0 റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിന് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0000. ഇത് ഹെക്സിലാണ്. ഹെക്സ് 0 ആണ് ആഡ് ചെയ്യുന്നത്, ആഡ് ചെയ്യല്ല, അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം 10,000 എന്ന് പറയുന്നത് 10,000 ആവും. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ IP-യുടെ വാല്യൂ, IP എത്രയാണ്? 2000 ആണ്, അത് ആഡ് ചെയ്യും. Then we will get 12,000 as physical address. ആൻസർ ഓപ്ഷൻ A 12,000H എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ. കൺസിഡർ ദ ഫോളോയിങ് 8086 assembly program. Move X = 8,000. Move CL ഇട്ടിട്ട്. അപ്പം X എന്ന് പറയുന്നത് 8,000 ആണ്, 8,000H. CL എന്ന് പറയുന്നത് 02. അപ്പോൾ C എന്ന് പറയുന്ന രജിസ്റ്റർ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കൗണ്ടുകളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മെയിനായിട്ട് കൗണ്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് CL അല്ലെങ്കിൽ CX രജിസ്റ്ററിന്റെ ഉള്ളിലായിരിക്കും. ഇവിടെ നമ്മൾ CL ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8 ബിറ്റ് ഡാറ്റയാണ് കൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൗണ്ടിന്റെ നമ്പർ 02 ആണ്. എന്താ പറയുന്നത്? SAL X, CL. അപ്പം ഈ SAL എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഷിഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എത്ര തവണ എക്സിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം? CL തവണ. CL എത്രയാ? 02 ആണ്. അപ്പൊ 2 തവണ എക്സിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 8000 എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ബിറ്റ് ബൈനറി ഇതിലേക്ക് ഏതാണെങ്കിൽ 1000000000000. ഓക്കെ, ഇതാണ് 80
0 0. ഇതിനെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലോട്ട് 2 തവണ മൂവ് ചെയ്യിക്കണം. 2 തവണ മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആദ്യത്തെ തവണ മൂവ് ചെയ്യുമ്പോൾ 1 പോവും, പകരം 0 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 ഇത്രയും നമുക്ക് ഉണ്ടാവുള്ളൂ. 1 മൂവ് ചെയ്തു. അപ്പോൾ ഓരോ ബിറ്റും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ലാസ്റ്റ് 0 സ്ഥലത്ത് വാക്കന്റ് ആയിരിക്കും. ആ വാക്കന്റുള്ള പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? 0 തന്നെ ഇട്ട് കൊടുക്കും. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള സെക്കൻഡ് മൂവ്മെന്റിൽ എന്ത് ചെയ്യും? വീണ്ടും ഈ MSBയിലുള്ള 0 ഒമിറ്റ് ചെയ്യപ്പെടും. MSBയുടെ തൊട്ടടുത്തുള്ള 0 MSBയുടെ സ്ഥാനത്തേക്ക് വരും. വീണ്ടും 0 0 ഇങ്ങനെ അത് ഫില്ലാവും. ഇവിടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടും. അവിടെ എന്തുണ്ടാവും? നമ്മൾ 0 ഇട്ട് കൊടുക്കും. ഇപ്പൊ മൊത്തം എത്രയായി? 0 0 0 0. അതായത് 8000H 2 തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? ഒരു തവണ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 0 ആവും. പിന്നെ അതിനെ എത്ര തവണ ഷിഫ്റ്റ് ചെയ്താലും 0 തന്നെ ആവുള്ളൂ. അപ്പൊ ആൻസർ എത്ര വരാം? A ആയിരിക്കും റൈറ്റ് ഓപ്ഷൻ വരാം. 0 0 0 H എന്നുള്ളത്. 24. In the 8086 maximum mode, what is the role of the QS0 and QS1 pins? നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ക്യൂയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ക്യൂല് ഏതെങ്കിലും കോഡുകൾ ഇനി എടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ക്യൂ ഫുള്ളാണോ, ക്യൂവിലേക്ക് ഇനിയും നമുക്ക് എന്തെങ്കിലും കോഡുകൾ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പിന്നുകൾ മാക്സിമം മോഡിൽ ഉപയോഗിക്കുന്നത്, QS0 ആൻഡ് QS1. ബാക്കിയുള്ള ആളുകൾക്ക് അറിയണല്ലേ ക്യൂവിൽ ആൾക്കാരുണ്ടോ ഇല്ലയോ, ക്യൂ ഫുള്ളാണോ. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്ന പിന്നുകളാണ് QS0 ആൻഡ് QS1 പിന്നുകൾ. അപ്പൊ അതെന്തിനായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? ടു ഇൻഡിക്കേറ്റ് മെമ്മറി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അത് ഓപ്പറേറ്റ് ആവാനാണോ? അല്ല. ടു കൺട്രോൾ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് അല്ല. DMA ഓപ്പറേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു പ്രൊവൈഡ് ക്യൂ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. ക്യൂവിന്റെ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് QS0 QS1 എന്ന് പറയുന്ന 2 പിന്നുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് 8086 ഇൻസ്ട്രക്ഷൻ കമ്പയർ AX, BX ഓൺ ദ ഫ്ലാഗ് if AX equal to 2000 and BX equal to 1000? ഇപ്പൊ കമ്പയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതും ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിന്റെ വാല്യൂ കുറയ്ക്കും. അതിന്റെ ആൻസർ ഇവിടെ ഉണ്ടാവും, എക്സിൽ ഉണ്ടാവും. ഇവിടെ നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പം നോക്കിയാലും ഇപ്പൊ നമ്മൾ 2 പേരുടെ ഹൈറ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിലും വലിയ ആളുടെ ഹൈറ്റിന് എത്ര കുറവാണ് ചെറിയ ആളുടെ ഹൈറ്റ്, അങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവാം. ഇവിടെ കമ്പാരിസൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണ്. പക്ഷെ അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം. ഒരിക്കലും അതിലൊരു അരിതമെറ്റിക് സംഭവം നടക്കുന്നില്ല. സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണെങ്കിലും സബ്ട്രാക്ട് ചെയ്ത ആൻസർ എവിടെയും കൊണ്ടുവയ്ക്കുന്നൊന്നുമില്ല. അപ്പൊ കമ്പയർ AX, BX എന്ന് പറയുന്നത് AX മൈനസ് BX പോലെയാണെങ്കിലും AX-ലെയും BX-ലെയും വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. നേരെ മറിച്ച് സബ് AX, BX എന്നാണെങ്കിൽ AX-ലെ കണ്ടന്റ് നിന്ന് BX-ലെ കണ്ടന്റ് കുറച്ച് കഴിഞ്ഞ് അതിന്റെ ആൻസർ എവിടെ ഉണ്ടാവും? ആൻസർ വിൽ ബി ഇൻ AX. ഓക്കെ, ഇവിടെ കമ്പയർ ആണെങ്കിൽ എന്താ പ്രത്യേകത? CMP AX, BX ആണെങ്കിൽ AX മൈനസ് BX എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അവർ പെർഫോം ചെയ്യും. പക്ഷെ ഒരിക്കലും അത് റിസൾട്ടിലേക്ക് വരില്ല. അപ്പൊ AX ഇവിടെ എന്താ തന്നേക്കുന്നത്? 2000H മൈനസ് 1000. BX എന്ന് പറയുന്നത് 1000 ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്കറിയാം ആൻസർ AX വലുതും BX ചെറുതുമാണ് അല്ലെ? AX വലുതും BX ചെറുതാണ്. ഒരു ആൻസർ വരും. സപ്പോസ് 2000 മൈനസ് 1000 ഈക്വൽ ടു 1000 ആണെന്ന് ആണ്. ഇപ്പൊ ഈ 1000 എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഇനി ഇതിന് പറഞ്ഞേക്കുന്നത് എന്താ? ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്ലാഗ് ഇതിൽ സെറ്റ് ആവുമെന്ന്. അപ്പൊ ഇതില് ക്യാരി ഒന്നും വരില്ല അല്ലെ? ഇവിടെ ക്യാരി ഒന്നും വന്നിട്ടില്ല. അപ്പൊ ക്യാരി ഫ്ലാഗ് എപ്പോഴും 0 ആയിരിക്കും.
ഇനി കമ്പാരിസൺ ഓപ്പറേഷൻ ഇത് രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ എന്തുണ്ടാവും? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് എല്ലാം 0 ആയി പോകും. റിസൾട്ട് എല്ലാം 0 ആയി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 0 ഫ്ലാഗ് സെറ്റ് ആവും അല്ലെ? 0 ഫ്ലാഗ് സെറ്റ് ആവും. 0 ഫ്ലാഗ് സെറ്റ് ആവുന്ന വെച്ചാൽ 0 ഫ്ലാഗ് 1 ആവും. ഇവിടെ എന്തുണ്ട്? റിസൾട്ട് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1000 ആണ്. അപ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓൾറെഡി ക്യാരി ഫ്ലാഗ് ഇല്ല, 0 ഫ്ലാഗും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് രണ്ടും എന്താ വരിക? ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും 0 0 ആയിരിക്കും വരിക. ആൻസർ എത്രയായിരിക്കും? ബി ആയിരിക്കും റൈറ്റ് ആൻസർ. 0 ഫ്ലാഗ് Z=0 ആൻഡ് ക്യാരി ഫ്ലാഗ് CF=0. ഇനി നേരെ മറിച്ച് എക്സിന്റെയും ബി എക്സിന്റെയും വാല്യൂ സെയിം ആണെന്ന് വെക്കാം. അപ്പൊ എക്സും 2000 ബി എക്സും 2000. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ക്യാരി ഫ്ലാഗ് 0 തന്നെയായിരിക്കും, 0 ഫ്ലാഗ് എന്താവും? 1 ആയിട്ട് മാറും. കാര്യം എന്താ? ആൻസർ കമ്പയർ ചെയ്തിട്ടുള്ള ആൻസർ എത്രയാ? 0 0 0 0 ആയിരിക്കും. ഇനി കമ്പയർ ചെയ്തിട്ടുള്ള ആൻസർ എന്താ പറഞ്ഞിട്ടുള്ളൂ? ഇവിടെ ആൻസർ എവിടേക്ക് വരില്ല, എക്സിലേക്ക് വരില്ല. കാര്യം എന്താ? കമ്പാരിസണിൽ സോഴ്സും ഡെസ്റ്റിനേഷനും ചേഞ്ച് ആവില്ല. എക്സ് എന്താണോ അത്. എക്സ് മുമ്പ് എത്രയായിരുന്നു? 2000 ആയിരുന്നു, അത് തന്നെ. ബി എക്സ് എന്തായിരുന്നു? 2000 ആയിരുന്നു, അത് തന്നെ. കമ്പാരിസന്റെ റിസൾട്ട് സബ്ട്രാക്ഷൻ ആണ്. അതിൽ നമുക്ക് 0 0 0 എന്നുള്ളത് നമുക്കൊരു അസംഷൻ കിട്ടും. ആ 0 0 0 0യുടെ ഭാഗമായിട്ട് 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് CMP എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, 25 ക്വസ്റ്റനും അതിന്റെ ആൻസറുകളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ.